കട്ടപ്പനയിലെ വിവിധ സ്കൂളുകളിൽ സേവനമനുഷ്ഠിച്ച വി ലൂക്കോസ് സാറിന്റെ ഒന്നാം ചരമവാർഷിക ദിനവും അനുസ്മരണ യോഗവും കട്ടപ്പന വെള്ളയാംകുടിയിൽ നടന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. വിവിധ മേഖലകളിൽ നിന്നും നിരവധി പേരാണ് അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തത്. വെള്ളയാംകുടി സെന്റ് ജോർജ് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയോടെയാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. തുടർന്ന് പാരിഷ് ഹാളിൽ നടന്ന യോഗത്തിൽ മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് അടക്കം നിരവധി പേർ ലൂക്കോസ് സാറിനെ അനുസ്മരിച്ചു. ലൂക്കോസ് സാറിൻ്റെ സ്വഭാവ വിശേഷങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നതാണ്. ലൂക്കോസ് സാറിനെ ഞാൻ ആദ്യം മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ഔദ്യോഗിക സദസ്സിൽ ആദ്യം കാണുന്നത് ഇടുക്കി രൂപതയുടെ പാസ്റ്റർ കൗൺസിൽ മീറ്റിങ്ങുകളിലാണ്. നമുക്കറിയാം, അച്ഛന്മാരൊക്കെ ഉണ്ട്, പാസ്റ്റർ കൗൺസിൽ മീറ്റിങ്ങുകളുടെ ഒരു പൊതു സ്വഭാവം അറിയാമല്ലോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശംസിക്കാനും പുകഴ്ത്താനും ഒക്കെ മത്സരിക്കുന്ന ഒരു വേദിയാണ് പലപ്പോഴും ഈ പാസ്റ്റർ കൗൺസിൽ മീറ്റിംഗ്, പ്രത്യേകിച്ച് സഭാപിതാക്കന്മാരൊക്കെ ഉള്ളിടത്ത്. പക്ഷെ ലൂക്കോസ് സാറിനെ വേറിട്ട് നിർത്തിയിരുന്നത്, അല്ലെങ്കിൽ ലൂക്കോസ് സാറിനെ ശ്രദ്ധിക്കാൻ കാരണമായിട്ടുള്ളത് ലൂക്കോസ് സാറിൻ്റെ തുറന്ന അഭിപ്രായം പറയുന്ന ശൈലിയായി. ആർക്കും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആരുടെയും പ്രീതിയും അപ്രീതിയും ഒന്നും നോക്കാതെ എന്താണോ തനിക്ക് ശരിയെന്ന് തോന്നുന്നത് ആ അഭിപ്രായം അത് തുറന്നു പറയുന്ന ശീലമുണ്ടായിരുന്നു ലൂക്കോസ്. അതൊരിക്കലല്ല, പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അതിപ്പോൾ ഇവിടെ പറയുന്നതിനൊരു കാരണം, നമുക്ക് മുന്നേ കടന്നു പോയവരൊക്കെ നമുക്ക് മാതൃകകളാണ്. മാതൃകകൾ മാത്രമല്ല, ചിലപ്പോഴൊക്കെ നമുക്ക് കരുത്തുമാണ്, നമുക്ക് മാർഗദർശികളുമാണ്. ഈ സമൂഹത്തിൽ ഇതില്ലാതായി പോകുന്ന ചില ഗുണവിശേഷങ്ങളുണ്ട്. പ്രത്യേകിച്ച് തുറന്ന അഭിപ്രായം പറയുക, ലാഭനഷ്ടങ്ങൾ നോക്കാതെ നിലപാടുകൾ എടുക്കുക, ആ നിലപാടുകൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ സമൂഹത്തിൽ പതുക്കെ കൈമോശം വന്നു പോകുന്ന ഗുണങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയൊരു നിലപാട് ജീവിതത്തിലാകെ അത് കാത്തുസൂക്ഷിച്ച ഒരാളാണ് ലൂക്കോസ്. അത് അദ്ദേഹം കാത്തുസൂക്ഷിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവർ അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ വിശേഷമായി എടുത്തു പറയുക കൂടി ചെയ്യുന്നത് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ കണ്ടത്. അതല്ല, ലൂക്കോസ് സാറ് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ട് 1 വർഷത്തിലേറെ കഴിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ സജീവമായ സ്മരണകൾ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിൽക്കുന്നതിൻ്റെ കാരണവും അദ്ദേഹം ഇവിടെ എഴുതി വെച്ചതുപോലെ ലൂക്കോസ് സാറിൻ്റെ അൺകണ്ടീഷണലായിട്ടുള്ള ഒരു തരത്തിലുള്ള നിബന്ധനകളില്ലാത്ത സ്നേഹവും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട്, അത് ഏറ്റവും മാന്യമായ നിലപാടുകളും അതുതന്നെയാണ് അദ്ദേഹത്തെ നമ്മുടെ ഓർമ്മകളിൽ സജീവമായി നിലനിർത്തുന്നത്. അതോടൊപ്പം തന്നെ ടീച്ചറുണ്ട് ഇവിടെ, അദ്ദേഹത്തിൻ്റെ 2 പെൺകുട്ടികളിലൂടെയുണ്ട്. മോൻ നമ്മളോട് സംസാരിച്ചു. ഒരു പിതാവ് മരണപ്പെട്ടു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലശേഷം ആ പിതാവിനെ അഭിമാനത്തോടു കൂടി മക്കൾക്ക് ഓർക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ മരിച്ചു പോകുന്നവരുടെ ഗുണം എന്ന് ഞാൻ ഓർക്കുകയാണ്. അല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. എന്നോട് വളരെ സാന്ദർഭികമായി പണ്ടൊരു ഘട്ടത്തിൽ ഒരാൾ എന്നോട് ചോദിച്ചു, എന്താണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് എന്ത് പറയുമെന്ന്. നമ്മളൊരു മനുഷ്യന് പല ആഗ്രഹങ്ങളുണ്ട്. അപ്പം എൻ്റെ പിതാവ് മരിച്ച് ഒത്തിരി കാലം കഴിയുന്നതിന് മുമ്പാണ് എന്നോട് ഈ ചോദ്യം ചോദിച്ചത്. ഇപ്പം നമ്മൾ എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളത്, അത് മരണശേഷം ഞാൻ എൻ്റെ അപ്പനെക്കുറിച്ച് അഭിമാനത്തോടു കൂടി പറയുന്നത് പോലെ എൻ്റെ മക്കളും, എനിക്കൊരു മോനേ ഉള്ളൂ, എൻ്റെ മോൻ എന്നെപ്പോലെ പറയണം. എൻ്റെ അപ്പനെക്കുറിച്ച് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നത് പോലെ എൻ്റെ മകൻ ലോകത്തിൻ്റെ മുമ്പിൽ എന്നെക്കുറിച്ച് ധൈര്യത്തോടു കൂടി ആത്മാഭിമാനത്തോടു കൂടി തലയുയർത്തിപ്പിടിച്ച് പറയാൻ സാധിക്കുന്ന രീതിയിൽ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം അദ്ദേഹത്തിന് ശേഷം മക്കൾക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി എല്ലാവരുടെയും മുമ്പിൽ നിവർന്നു നിന്നു ഞാൻ ഇന്നയാളുടെ മകനാണ്, മകളാണ് എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യമാണ് നമ്മളെ വേർവിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു മനുഷ്യന് സമ്പാദിക്കാൻ പറ്റുന്ന ഏറ്റവും വലുത് സമ്പാദ്യം. ആ സമ്പാദ്യം ഏറ്റവും കൂടുതൽ വളരെ വലിയ രീതിയിൽ സമ്പാദിച്ച ഒരാളാണ് ലൂക്കോസ് സാർ എന്ന് നമുക്കിവിടെ ബോധ്യമാവുകയാണ്.
ആ ലോക്കോ സാറിൻ്റെ ഏറ്റവും നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ചടങ്ങിൽ വെച്ച് കലാകായിക മത്സരങ്ങളിലും പരീക്ഷകളിലും മികച്ച വിജയം കരസ്ഥമാക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ലൂക്കോ സാറിന്റെ പേരിൽ നൽകുന്ന എൻഡോമെന്റിന്റെ ആദ്യ തുക വെള്ളയാങ്കുടി സ്കൂൾ അധികൃതർക്ക് കൈമാറി. യോഗത്തിൽ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി, അധ്യാപകർ, ലൂക്കോ സാറിന്റെ കുടുംബാംഗങ്ങൾ, മറ്റ് വിവിധ മേഖലകളിലുള്ള ആളുകൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.